അങ്ങേ വന്നണഞ്ഞിടുവാനാ എന്നെന്നും പ്രാർത്ഥിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യുവജന സഹോദരം മധ്യസ്ഥനുമായി കാർലോസ് അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കാർലോയെ പോലെ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാരുണ്യവാനും ആശ്വാസദായകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക കാലത്തിന്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച കാർലോയെ ഞങ്ങൾക്ക് മാധ്യസ്ഥവും മാതൃകയുമായി നൽകിയല്ലോ. കാലത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനും വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പ്രസരിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ശാരീരിക സ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശാരീരിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കാർലോ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ മിഖായേലേ,
സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വിനയത്തിന്റെ മാതൃക നൽകിയ കാലത്തെടുത്ത് പറഞ്ഞ ഈശോയെ, അങ്ങേ അനുകരിച്ച വിനയത്തിലും ദൈവഭക്തിയിലും സമാധാനവും ശാന്തപൂർണവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഈ സൈബർ യുഗത്തിൽ കാർലോയെ പോലെ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും താലന്തുകളും ദൈവരാജ്യത്തിനായ സന്തോഷപൂർവ്വം സമർപ്പിക്കുവാൻ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. എഴുതി നരകുലരക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ കാർലോസ് അക്വിറ്റസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകനിലൂടെ ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈശോയെ നമുക്കുള്ളതെല്ലാം നൽകിക്കൊണ്ട് സ്നേഹിക്കുക എന്നുള്ളത് മാത്രം. വിശുദ്ധ കാർലോസ് അക്വിറ്റസ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അവൻ ചെയ്തത് ഒരു കാര്യം മാത്രമാണ്, ഈശോയെ സർവവും നഷ്ടമാക്കിക്കൊണ്ട്, ഈശോയെ നമ്മുടെ സർവവും നഷ്ടമാക്കിക്കൊണ്ട് നമുക്കുള്ളതെല്ലാം കൊടുത്തുകൊണ്ട് ഈശോയെ സ്നേഹിക്കുക. ഓരോ പരിശുദ്ധ കുർബാനയും നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്, ഈശോയെ സർവവും നഷ്ടമാക്കി സ്നേഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ നൊവേന പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കാർലോസ് അക്വിറ്റസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ, നമ്മുടെ ജീവിതവും ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് ഉള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട് യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. യുവാവായ ഈശോയെ കാണാതായ ആടിനെ തേടി ഇറങ്ങിയ നല്ലവനായ ഈശോയെ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പമാകുവാൻ ഞങ്ങളെ വിളിച്ച ഈശോയെ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ആഹ്വാനം ചെയ്ത ഈശോയെ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിലെ ഈശോയെ അനുകരിച്ച് ഞങ്ങളും വിശുദ്ധി പ്രാപിക്കുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷ തീഷ്ണതയാൽ ഞങ്ങളുടെ യുവജനങ്ങൾ നിറയുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശരിയായ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തങ്ങളുടെ കഴിവുകൾ ലോകത്തിന്റെ സുവിശേഷത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശാരീരികവും ആധ്യാത്മികവുമായ വിശുദ്ധിയിൽ ജീവിക്കുവാൻ യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും പരിശീലനങ്ങളിൽ നിന്നും യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്രോധം, ദേഷ്യം മുതലായ അശുദ്ധികളിൽ നിന്നും യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളോടും ചേർത്ത് കർത്താവിന്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളോടും ചേർത്ത് ഇപ്പോൾ മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ ബലികളുടെ യോഗ്യതകളോടും അഭിഷേകത്തോടും ചേർത്ത് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും തുണയുമായി നൽകിയല്ലോ. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും അവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രക്ഷാകരമാക്കിയ അങ്ങയുടെ ദാസനെ അനുകരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയെടുപ്പുമായി തീരുവാനുള്ള ഞങ്ങളുടെ വിളിയോട് വിശ്വസ്തമായും പൂർണ്ണമായി വിധേയപ്പെടുവാനും അനേകരെ രക്ഷയിലേക്ക് നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ജപം. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സൈബർ അപ്പസ്തോലനായ കാർലോയെ, ഈശോ നൽകിയ താലന്തുകളെ ചെറുപ്രായത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ദിവ്യകാരുണ്യ ഭക്തിയിലും മാതൃഭക്തിയിലും അടിയുറച്ച് ജീവിക്കുകയും ചെയ്ത അങ്ങ് സൈബർ ലോകത്ത് ഞങ്ങളുടെ മധ്യസ്ഥനും തുണയുമാകണമേ. സമൂഹ മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും മാധ്യമ മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അവയെ ഉപയോഗിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി തിരുസഭയെയും സഭാ ശുശ്രൂഷകളെയും വേട്ടയാടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിവേകപൂർവ്വം അകന്നു നിൽക്കുവാനും ഇരുളടഞ്ഞ മാധ്യമവേദിയിൽ സത്യത്തിന്റെ പ്രകാശമായി കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡികാഭിലാഷങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ട കൃപയ്ക്കായി അങ്ങ് ഈശോയുടെ മാധ്യസ്ഥ്യം വഹിക്കണമേ. ഈശോ വസിക്കുന്ന ആലയമായ
ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പാവങ്ങളോടും അനാഥരോടും അനുകമ്പ കാട്ടുവാനും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി ബഹുമാനിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാർലോയെ സഭയുടെ എല്ലാ നവമാധ്യമ പ്രവർത്തനങ്ങൾക്കും മാധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകൾ മേലും അങ്ങേ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദിവികാരുടെ ഭക്തി അനേകരിലേക്ക് എത്തിച്ച കാർലോയെ ഞങ്ങളും അങ്ങേ മാതൃക അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ലോകമാസകലമുള്ള യുവജനങ്ങളെ അങ്ങേ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികളുണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഞങ്ങളുടെ ജീവിതാന്തസ്ഥയിൽ വിശ്വസ്തരായിരിക്കുവാനും അങ്ങ് അവരെ നിക്ഷേപിച്ചിരിക്കുന്ന നിരവധിയായ കഴിവുകളും താലന്തുകളും വിശുദ്ധമായി കണ്ടങ്ങേ അവയെ വർദ്ധിപ്പിക്കുവാനും കൃപയരുളണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തുവാനും നവസുവിശേഷവൽക്കരണത്തിന്റെ വക്താക്കളാക്കുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതയാത്രയെ കാർലോയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും തുണയുമാകട്ടെ. പ്രത്യേകമായി നൊവേനെ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ദയാപൂർവം സ്വീകരിക്കണമേ. ലോകയാത്രയിൽ വിശുദ്ധിയിൽ ആഴപ്പെടുവാനും ജീവിത വിശുദ്ധിയും ആത്മനിയന്ത്രണവും വഴി അങ്ങ് പകർന്നു നൽകിയ നിത്യരക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നമ്മുടെ അഭയവും തുണയുമാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനകൾ നമ്മോടൊപ്പമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.